കാലിഗ്രഫി രംഗത്ത് പുത്തൻ പരിഷ്കരണങ്ങളിലൂടെ ശ്രദ്ധേയനായ പ്രവാസി മലയാളി കരീം കക്കോവാണ് ഇന്ന് കയ്യൊപ്പിൽ. കരീംഗ്രഫി എന്ന സ്വന്തമായൊരിടം വെട്ടിത്തെളിച്ച കരീമിന്റെ വിശേഷങ്ങൾ കാണാം കയ്യൊപ്പിൽ. ഹായ്, ഞാൻ അബ്ദുൽ കരീം. മലപ്പുറം ജില്ലയിലെ കക്കോവാണ് സ്വദേശം. ഇപ്പോൾ ഖത്തറിൽ ഒരു അഡ്വർടൈസിങ് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നു. കരീംഗ്രാഫി എന്ന തൂലികാ നാമത്തിലാണ് ഞാൻ എൻ്റെ കാലിഗ്രാഫി പരീക്ഷണങ്ങളൊക്കെ നടത്താറ്. ചെറുപ്പത്തിലെ അക്ഷരങ്ങളോട് അതുപോലെ തന്നെ വരയോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പതുക്കെ അത് അക്ഷരങ്ങളിൽ മാത്രം ഇങ്ങനെ നിന്ന് അക്ഷരങ്ങളിലൂടെ ഉള്ള ചിത്രങ്ങളിലേക്കും അക്ഷരങ്ങളിലെ പരീക്ഷണങ്ങളും നമ്മളുടെ നാട്ടിലൊക്കെ നടക്കുന്ന സംഭവങ്ങളോട് അക്ഷരങ്ങൾ കൊണ്ട് എങ്ങനെ പ്രതികരിക്കാം എന്നൊക്കെ സ്വന്തമായി പരീക്ഷണങ്ങൾ നടത്തിയ ഒരു എളിയ കലാകാരനാണ്. 18 വർഷമായി പ്രവാസിയായിട്ട്. ആദ്യം സൗദി അറേബ്യയിലായിരുന്നു, മദീന. അവിടെ നിന്നാണ് ശരിക്കും ഈ അറബി എഴുത്തൊക്കെ പഠിച്ചത്, കൂടെയുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ. പിന്നീട് ഖത്തർ ദുബൈയിലേക്ക് വന്നു. ദുബൈയിലൊരു 7-8 വർഷത്തോളം ഉണ്ടായിരുന്നു. അവിടുന്ന് കൂടുതൽ അങ്ങനെ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റില്ല, കാരണം ജോലിയും ചുറ്റുപാടുകളൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ ഖത്തറിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 8 വർഷത്തോളമായി. ഖത്തറിലാണ് കൂടുതൽ. പിന്നെ എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി കലാകാരന്മാർക്ക് വളക്കൂറുള്ള മണ്ണ് ഖത്തറാന്ന് തോന്നുന്നുണ്ട്. ഖത്തറിൽ നിന്ന് ഒരുപാട് വേദികൾ കിട്ടി. പിന്നെ അതേ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയാണ് ആക്ച്വലി ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്താനും അതിന് ആളുകളുടെ അടുത്ത് നിന്നുള്ള സപ്പോർട്ടും ഒക്കെ ആയപ്പം ഇപ്പം അറബി കാലിഗ്രാഫി, അതുപോലെ തന്നെ മലയാളം കാലിഗ്രാഫി, ഇംഗ്ലീഷ് കൂടുതലൊന്നുമില്ല. ഇത്തരം മേഖലയിൽ ഫുൾ ടൈം അതിൽ തന്നെയാണ് ഇപ്പോൾ എൻ്റെ. ആക്ച്വലി ഞാനത് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് അതുമായിട്ടങ്ങനെ ലൈഫ് വളരെ മനോഹരമായിട്ട് പോകുന്നു. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ചെയ്ത 1-2 വർക്കുകൾ, ഇപ്പം ഉദാഹരണം വേൾഡ് കപ്പിൻ്റെ ഒരു സാധനം, ആ ഒരു സെലിബ്രേഷൻ. ഇപ്പോൾ റമദാൻ മാസം കഴിഞ്ഞ് ഈദിലേക്ക് വരുന്ന സമയത്ത് പടച്ച തമ്പുരാൻ നമുക്ക് ഒരു ട്രോഫി തരുന്ന പോലെയാണല്ലോ പെരുന്നാളിൻ്റെ ആഘോഷം, അതിൻ്റെ ഒരു ചീർ. ആ ഒരു സെലിബ്രേഷൻ മൂഡിനെ അതേ സമയത്ത് തന്നെ പെരുന്നാൾ തലേ ദിവസം നമുക്ക് വേൾഡ് കപ്പും വരികയാണ്. എന്നുവെച്ചാൽ ലോക ഫുട്ബോൾ പ്രേമികളുടെ ലോകത്തിൻ്റെ തന്നെ മൊത്തം ഉത്സവം. അപ്പോൾ ഈ 2 ഉത്സവങ്ങളും കൂടി മെർജ് ചെയ്തിട്ട് ആ ഒരു ഇമോഷണൽ സെലിബ്രേഷൻ മൂഡിനെ ഞാൻ പിന്നെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തപ്പോൾ ഭയങ്കര റെസ്പോൺസ് ഉണ്ടായി. അപ്പോൾ ഒരു ഇഷ്യൂ ബേസ് ചെയ്തിട്ടൊക്കെ നമ്മളൊരു സൃഷ്ടി അധികം വേഗത്തിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സിസ്റ്റത്തിൽ ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിൻ്റെ ഒക്കെ സഹായത്തോടെയാണ് ചെയ്യാറ്. പക്ഷേ ഇത്തരം സാധനങ്ങൾ ഇത് പിന്നെ എന്താ പറയുക, പക്ക ഓർഗാനിക് ജൈവികമായ സാധനമാണ്. ഇവിടെ ശരിക്കും കമ്പ്യൂട്ടറൊക്കെ തോൽക്കും. കാരണം കമ്പ്യൂട്ടറിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം വാക്വം ഉണ്ട്. വാക്വമിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ കാലിഗ്രാഫി ബ്രഷ് വരെ ഉണ്ട്. നമുക്കത് പൊസിഷൻ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പുതിയ ടൂളുകൾ വെച്ചിട്ട് ഞാൻ എഴുതിയതാണ്. ഇതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് പിന്നെ തീർത്തും ജൈവികമാണ്. എന്ന് വെച്ചാൽ പെന്നും പേപ്പറും ബ്രഷും കളറും മാത്രം മതി അതിന്. കാലിഗ്രാഫിൻ്റെ റൂൾസും അതിൻ്റെ ബേസിക് ടിപ്സൊക്കെ പറയുമ്പം തന്നെ ആളുകൾക്ക് അത്ര അതങ്ങോട്ട് ഇതാവുന്നില്ല. ഞാൻ പറഞ്ഞത് കാലിഗ്രാഫിയിൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ അതിനൊരു ചിത്രത്തിൻ്റെ രൂപത്തിലേക്ക് കുറച്ചും കൂടി ഒരു ആർട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതൊരു പുതിയ സമ്പ്രദായമാണ്. അങ്ങനെ ഒരു പുതിയ സമ്പ്രദായത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ അങ്ങനെ ഈ മേഖലയിലേക്ക് വരാനും ഇതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ട് ഒപ്പം ഇതിൻ്റെ ടൂൾസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ടൂൾസ് ഒരു പ്രധാന ഘടകമാണ്. നല്ല ടൂൾസുകൾ ഇപ്പം ഞാൻ കാണിച്ച പോലെ തന്നെ ട്രഡീഷണൽ അറബി കാലിഗ്രാഫിൻ്റെ ടൂൾസ് കുറച്ച് വിലപിടിപ്പുണ്ട്. അത് നമുക്ക് ഓൺലൈനിൽ വരുത്തിക്കാവുന്നതാണ്. പിന്നെ ഖത്തർ, ദുബായ്, സൗദി, കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ അത് കിട്ടും നമുക്ക്. അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്പോഞ്ച്, പെന്ന്, ആർട്ട് പെന്ന്, അങ്ങനെ അനവധി ടൂൾസുകൾ ഗൾഫ് മേഖലയിലും ഓൺലൈനിലും ഇപ്പോൾ ലഭ്യമാണ്.